ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും പ്രവർത്തനം ആരംഭിച്ച ഒരു പവർ ഹൗസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കേട്ടോളൂ. നമ്മുടെ ഈ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസായ പള്ളിവാസൽ പവർ ഹൗസിനെ കുറിച്ചാണ്. 1940 പ്രവർത്തനം ആരംഭിച്ച കൃത്യം 84 വർഷം പൂർത്തിയാകുന്ന കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസാണ് പള്ളിവാസൽ പവർ ഹൗസ്. അതിൻ്റെ കുറച്ച് പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല പഴക്കമുള്ളതുകൊണ്ട് തന്നെ കാടൊക്കെ പിടിച്ചാണ് കിടക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പേരിട്ട ചിത്തിരപുരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പുകൾ പുതിയ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വെൽഡിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പെൻസ്റ്റോക്ക് പൈപ്പിന് കുറച്ച് ചോർച്ച കണ്ടെത്തിയത് മൂലവും അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് പുതിയ പെൻസ്റ്റോക്ക് പൈപ്പുകളൊക്കെ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറിലെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ ചിത്തിരപുരത്താണ് ഈ പദ്ധതിയുടെ പവർ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. 1940 മാർച്ചിൽ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യരാണ് ആദ്യ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്. 3 ചെറിയ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഈ പള്ളിവാസൽ പവർ ഹൗസ് വർക്ക് ചെയ്യുന്നത്. കുണ്ടള ഡാം, മാട്ടുപ്പെട്ടി ഡാം, മൂന്നാറിലുള്ള ചെറിയ ഹെഡ് വർക്ക്സ് ഡാം, ഈ 3 ഡാമുകളിൽ നിന്നുള്ള ജലമാണ് ഇവിടെ എത്തുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളായതുകൊണ്ട് തന്നെ ഏതാണ്ട് 10-12 വർഷമായിട്ട് ഇവിടെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഫിക്സ് ചെയ്യുന്ന ഈ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഒരു തിക്നെസ് കണ്ടോ? കാണുമ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നും, പക്ഷേ ഏതാണ്ട് 5-6 സെൻറ്റിമീറ്റർ, അതായത് 2-2.5 ഇഞ്ചോളം ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ പീസ് കണ്ടോ? ഇത്രയും ഫോഴ്സിൽ വെള്ളം ഒഴുകി പോകാനുള്ളതായതുകൊണ്ട് തന്നെ വളരെയധികം ഹെവി ആയിട്ടുള്ള പൈപ്പുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ആദ്യം വർക്ക് നടക്കുന്ന സ്ഥലത്തുനിന്നും കുറച്ച് എറക്ഷൻ പൂർത്തിയായ കുറച്ച് പൈപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഗുഡ്സ് ട്രെയിനിൻ്റെ ഒക്കെ ബോഗി ഇരിക്കുന്ന പോലെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ എത്രത്തോളം ഹെവി വർക്കാണല്ലേ ഇതൊക്കെ. എന്തായാലും 6 യൂണിറ്റുകളിലായി 37.5 മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മുടെ ഈ കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തായാലും പെൻസ്റ്റോക്ക് പൈപ്പ് വന്നതുകൊണ്ട് നാട്ടുകാർക്കുള്ള ഗുണം കണ്ടോ? ബൈക്കൊക്കെ വെയിലും മഴയും കൊള്ളാതെ കൊണ്ട് പാർക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നമ്മുടെ ഈ പള്ളിവാസൽ പദ്ധതിയിൽ ഉൾപ്പെടുന്ന 1957 നിർമ്മിച്ച മാട്ടുപ്പെട്ടി ഡാമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം എന്ന് പറയുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും 2250 മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് ഈ പള്ളിവാസൽ പവർ ഹൗസിലേക്ക് ജലം എത്തുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പള്ളിവാസൽ പവർ ഹൗസിനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്